അസ്സലാമു അലൈക്കും. പോറ്റി വലുതാക്കിയ മക്കൾ നമ്മെ വിട്ടു പോകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹമല്ല, ഇന്നലെ കണ്ടവൻ്റെ സ്നേഹമാണ് എനിക്ക് വലുത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചേട്ടൻ മതി എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ? അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ മാതാപിതാക്കൾക്ക് മാത്രമേ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമം എത്രമാത്രം കഠിനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ചെറുപ്പം മുതലേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രം സെലക്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും. കാരണം ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതിൽ വെച്ച് അച്ഛൻ്റെ കയ്യിലുള്ള പൈസക്കനുസരിച്ച് ഏറ്റവും നല്ലതായിരിക്കും അവർ നമുക്ക് സെലക്ട് ചെയ്ത് തരിക. അതുപോലെ തന്നെ ഒരു ഭക്ഷണമാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വസ്ത്രം, അതുപോലെ തന്നെ ഒരു ബസ്സിലൊക്കെ നമ്മൾ കുട്ടികളെ കയറ്റി ഇരുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല സേഫ്റ്റിയായ സീറ്റിലായിരിക്കും നമ്മൾ കുട്ടികളെ ഇരുത്തുക. അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ഓരോ അച്ഛനും അമ്മയും ഓരോ മക്കളെയും പോറ്റി വലുതാക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് തന്നോട് ആരാന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാനുള്ള ഒരു തരത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതേ വാക്യം തിരിച്ച് സ്വന്തം അച്ഛനോടും അമ്മയോടും പറയുന്ന മക്കളും ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒരുപാടുണ്ട്. കാരണം 18 വയസ്സിങ്ങോട്ട് തികയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില ആൾക്കാരാണ് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒളിച്ചോടിയിട്ട് അവസാനം ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കുന്നു, അവരെ പിടിക്കുന്നു. അവരെ പിടിച്ചു കഴിയുമ്പോൾ അവർ പറയും എനിക്ക് കൂടുതൽ സ്നേഹം കിട്ടുന്നത് ചേട്ടൻ്റെ അടുത്തു നിന്നാണ്, എനിക്ക് ചേട്ടൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് യുവതികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം യുവതികളൊക്കെ അവസാനം ചെന്ന് എത്തുന്നത് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടൻ കിണറ്റിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലൊന്നും വരാതിരിക്കട്ടെ, അത് വേറെ ഒരു കാര്യം. പിന്നെ എല്ലാവരും ഒളിച്ചോടിയിട്ട് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 90% കേസുകളും നമ്മൾ കണ്ടിടത്തോളം അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അതാണ് നമ്മുടെ ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലത്തെ ഒരു സംഭവം തമിഴ്നാട്ടിൽ നിന്നും കണ്ടിട്ട് വളരെ സങ്കടം തോന്നി. കാരണം പോറ്റി വലുതാക്കിയ 20 വയസ്സായ തൻ്റെ പെൺമക്കൾ അല്ലെങ്കിൽ അച്ഛൻ്റെ മകൾ മറ്റൊരുത്തൻ്റെ ഒപ്പം ഒളിച്ചോടിയിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം ആ അച്ഛൻ സ്വന്തം മകളുടെ കാലിൽ വീണ് പ്രണാമിക്കുന്ന ഒരു വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ. ആ മകളുടെ കാല് പിടിച്ച് അച്ഛൻ കരയുകയാണ്. ഞാൻ വേല ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല, നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ആ കാല് തട്ടിത്തെറിപ്പിക്കുന്ന മകളുടെ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കാരണം അത്രമാത്രം സങ്കടം കെട്ടിക്കിടക്കുന്ന മനസ്സിൻ്റെ വിങ്ങിപ്പൊട്ടൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണണം. പോകാം വീഡിയോയിലേക്ക്. ما في استراب خلص നിങ്ങൾ കണ്ടു കാണും. 10 മാസം വയറ്റിൽ ചുമന്ന അമ്മയും അതുപോലെ തന്നെ ഒരു കയ്യിൽ വാരിയെടുത്തിട്ട് ഈ 18ാമത്തെ വയസ്സ് വരെ വെയിലെല്ലാം ചൂടെല്ലാം കൊണ്ട് ചോര നീരാക്കിയ പണം കൊണ്ട് ആ കുട്ടിയെ പോറ്റി വലുതാക്കി ഇത്രത്തോളം വലുതാക്കി വെച്ചിട്ട് ആ മകളുടെ കാലിൽ വീണ അച്ഛനെയും അമ്മയും ഗൗനിക്കുന്ന പോലുമില്ല. നിങ്ങൾ കണ്ടു കാണും എത്രമാത്രം സങ്കടമാണ്. അത് അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ കൂടെ പോരി, നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിതമില്ല എന്നെല്ലാം അച്ഛൻ പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. അതും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം മക്കളുടെ കാലിൽ വീഴേണ്ടി വരുന്ന അച്ഛന്മാരുടെ ഒരവസ്ഥ വളരെ ദയനീയമാണ്. അത്തരത്തിലൊക്കെ പോകുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കണ്ണീരിൻ്റെ ശാപം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങളൊരു അച്ഛനായതിനു ശേഷം അല്ലെങ്കിൽ ഒരു അമ്മയായതിനു ശേഷം ഈ അച്ഛൻ്റെ കണ്ണുനീർ നിങ്ങളുടെ മക്കൾ മറ്റാരുടെയെങ്കിലും കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ പ്രേമത്തിനോ അങ്ങനെ
കല്യാണം കഴിക്കുന്നതിനൊന്നും എതിരായത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിനേതരറ്റം വരെയും നിങ്ങൾ പോകണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി 100-ൽ 99% നിങ്ങൾ ശ്രമിക്കണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഒരു കടുംകൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ അവരെ കൂടി സമാധാനിപ്പിച്ച് അവർ കൂടി പങ്കെടുപ്പിച്ച് അവരുടെ സമ്മതത്തോടു കൂടി നിങ്ങൾക്കൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം മനോഹരമായിരിക്കും. കാരണം നാളെ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഒരു പേരിന് മാത്രമായി മാറുകയാണ്. പിന്നെ നിങ്ങളെ പ്രശ്നത്തിലൊന്നും അവർ ഇടപെടുകയുമില്ല. ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യാതനകളോ പീഡനങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ എന്തെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വന്നാൽ ഒരു പക്ഷേ നിങ്ങളത് നിങ്ങളെ വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത്. ആ സമയത്ത് നിങ്ങളൊന്ന് ശങ്കിക്കും, എന്തിനെ ഞാൻ അച്ഛനും അമ്മയോട് പറയണം, ഞാനായിട്ട് എടുത്ത തീരുമാനമാണ്, ഞാൻ തന്നെ അനുഭവിച്ച് കൊള്ളാമെന്ന് പറയുന്ന ആ ഒരു പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറി അവസാനം എന്തെങ്കിലും കടുംകൈ ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കിത് ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കും, നീയായിട്ട് തിരഞ്ഞെടുത്ത ബന്ധമല്ലേ, നീ തന്നെ അനുഭവിച്ചു കൊള്ളൂ എന്നുള്ള ഒരു വർത്തമാനമായിരിക്കും, അല്ലെങ്കിൽ ഒരു മറുപടി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സമ്മതം വാങ്ങിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് എങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചൊടിച്ചു പോകണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ മനസ്സമാധാനമില്ല, എനിക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ തോന്നിയാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അച്ഛനും അമ്മയും അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എത്ര ബുദ്ധിമുട്ടേറിയ സമയത്താണെങ്കിലും നിങ്ങളെ പൊന്നുപോലെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്തിയിട്ടുള്ള വെള്ളവും ഉള്ള ഭക്ഷണവും നിങ്ങൾക്ക് തരാൻ വേണ്ടി അച്ഛൻ കാത്തു നിൽക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വേദന മാത്രമേ നിങ്ങളെ തേടിയെത്തുകയുള്ളൂ. ഒരിക്കലും ആ കണ്ണുനീരിനും ആ ഹൃദയത്തിൻ്റെ ചൂടിൻ്റെയും വേദന നിങ്ങൾ രണ്ടാളും അറിയാതെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് വിടവാങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ മക്കളൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം. കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്തരത്തിൽപ്പെട്ട ഒരു ദുർവാശിയോ അങ്ങനെ വൃത്തികെട്ട എന്തെങ്കിലും ചിന്തകളോ മനസ്സിൽ വരുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്ന് പിന്തിരിയാൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് യാഥാർത്ഥ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹിക്കണം, സ്നേഹിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്ത് പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നല്ല രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ പെൺകുട്ടികൾക്കും ഇന്ന് കേരളത്തിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും ഇത്തരത്തിൽപ്പെട്ട അനുഭവങ്ങൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.